മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയും കൂടെ കൂട്ടുനിന്നിരുന്നു ആ മേഘനാഥിൻ്റെ ബന്ധങ്ങൾക്ക് എല്ലാം എന്നൊക്കെ നമ്മുടെ മഞ്ജുവും തിരിച്ചറിയുന്നുണ്ട്. ആ വലിയൊരു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതോടെ കരുണയോട് വെറുപ്പ് തോന്നിയിരിക്കുകയാണ് മഞ്ജുവിന്. അങ്ങനെ ദുർഗയോട് മഞ്ജു പറയുന്നുണ്ട്, എന്നാലും ആ മഹാലക്ഷ്മി ഞാനിവിടെ വന്ന് കയറുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏട്ടൻ എന്നെ പുറത്താക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെങ്കിൽ ഏട്ടനും എൻ്റെ ഏട്ടത്തിയും അങ്ങനെയൊന്നും ചെയ്തില്ല അല്ലേ അമ്മയെന്നൊക്കെ ദുർഗയോട് ചോദിക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, അതേ മോളെ, നമ്മൾ അവരൊരുപാട് ദ്രോഹിച്ചതാണ്. എന്നിട്ടും മോളോട് ആവശ്യത്തിന് വന്നപ്പോഴേക്കും അവർ നിന്നെ ആട്ടി ഇറക്കിയില്ല, നിന്നെ ചേർത്ത് നിർത്തിയതേ ഉള്ളൂ എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, അതെ, എല്ലാത്തിനും കാരണം ആ കരുണയാണ്. അവൾക്കായിരുന്നല്ലോ ഞാൻ അവനെ കല്യാണം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും പറഞ്ഞിട്ട് പോലും ഞാൻ കേൾക്കാതെ അവളുടെ വാക്ക് കേട്ട് അവനെ വിവാഹം കഴിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദുർഗയും കൂടെ മഞ്ജുവിൻ്റെ അടിയിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും എല്ലാത്തിനും ആ മാപ്പ് പറയാം മഹാലക്ഷ്മിയോട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ കാൽ പിടിച്ച് ദുർഗയും മഞ്ജുവും മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണം പറയുന്നുണ്ട്, പണ്ടേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, കൂടെ ഉള്ള വിഷത്തിനെ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയും, അന്ന് നിങ്ങൾ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കും എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമയമാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് കരുണ അവിടെ മാറുന്ന ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രതാപനെ വിളിച്ചു കാര്യങ്ങളെല്ലാം കരുണ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ കരുണയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കമലേശ്വരത്ത് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും എൻ്റെ മോൾ ഇവിടെ നിൽക്കില്ല, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇവൾ വെറും ഒരു വേലക്കാരി ആയിരുന്നല്ലോ ഈ മഹാലക്ഷ്മി, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് അവൾ മനസ്സിൽ ഇടം പിടിച്ചതെന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കരുണ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളൊക്കെ വലിയ ആൾക്കാരായെന്ന് വിചാരിക്കണ്ട, ഞാൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇവളുടെ കല്യാണം കഴിഞ്ഞു പോയത് തന്നെ. അന്ന് ഇങ്ങനെ അവളുടെ ഏട്ടനാന്ന് പറഞ്ഞിട്ടൊന്നും ആ സ്ഥലത്ത് പോലും ഞാൻ കണ്ടില്ലല്ലോ. ഞാനും എൻ്റെ ഉണ്ണിയേട്ടനും വിചാരിച്ചുകൊണ്ടാണ് നീ ഇപ്പോൾ നല്ല ഗമയോടെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ കരുണ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇനി ഇവിടെ ആരുമല്ല, ഞങ്ങൾ നിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ ഒരുപാട് ഇവളെ ദ്രോഹിച്ചതല്ലേ ഈ മഹാലക്ഷ്മിയെ, അതെല്ലാം നിനക്ക് ഞങ്ങൾ തിരിച്ചു തരും എടി എന്നൊക്കെ നമ്മുടെ കരുണയുടെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ, പിന്നെ നീ ആദ്യം ഞാൻ തന്ന സ്വർണം എനിക്ക് തിരിച്ചു താടി മഞ്ജു എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ അങ്ങോട്ടേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ അനുജത്തി, നിൻ്റെ കയ്യിൽ നിന്ന് എത്ര സ്വർണ്ണമാണോ വാങ്ങിച്ചത് അതെല്ലാം നീ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ നിനക്ക് അത് തിരിച്ചു തരും. എൻ്റെ അനുജത്തിയെ അമ്മയെ ഇനി നീ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കരുണ അവിടുന്ന് ഭയങ്കര ദേഷ്യത്തോടെ റൂമിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയും അരിയിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയായല്ലോ, അന്ന് അവളെ സഹായിക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഇപ്പം നമ്മളിവിടെ ഒന്നും അല്ലാതായി. ആ കണ്ണനും മഹാലക്ഷ്മിയും വീണ്ടും അവരുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.